വീട്ടിൽ ചെറിയ പണി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കൊലായിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരം നല്ല ചെറിയൊരു മഴ. ആ മഴ കൊണ്ട് തുടങ്ങിയ നേരം വിശപ്പ് കൊണ്ട് കയറി. വിശപ്പ് കയറിയത് ഞാൻ അനുവിനോട് ചോദിച്ചു പോവല്ലേ എന്നുള്ളത്. ഓള് റെഡി, ഞാനും റെഡി. അപ്പോൾ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. ഇറങ്ങുന്ന നേരം കണ്ട കാഴ്ച ഉണ്ടല്ലേ, ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ ചാടി കയറി അനു നടത്തിട്ട് സൈഡിൽ മണവാട്ടി കിട്ടാ ഉമ്മ ഉണ്ട്. അങ്ങനെ അനുവിൻ്റെയും ഉമ്മൻ്റെയും ഇപ്പുറം നമ്മളിങ്ങനെ പോവാണ്. എങ്ങോട്ടൊന്നുമില്ലാതെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് അനുവിൻ്റെ ഉമ്മ വിളിക്കുന്നത്, അതായത് എൻ്റെ താത്ത. ഓളും ഉണ്ട് ഭക്ഷണം കഴിക്കാനെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഓളയും കൂട്ടി. ഓളതാ കടയിൽ നിന്ന് ഇറങ്ങുന്നത് വലിയ കവറും ചാക്കും ഒക്കെ ആയിട്ട്. എന്താന്ന് പടച്ചോനറിയാം. അങ്ങനെ നേരെ സ്വീകാറിലേക്ക് വെച്ച് പിടിച്ച്. കുന്നമംഗലത്താരെ സ്വന്തം ഹോട്ടലാണ് കേട്ടോ സ്വീകാർ. പറയാൻ വേറൊരു കാരണമുണ്ട്. ഒരുപാട് വർഷം, 45 വർഷം എങ്ങനെയാണെന്ന് തോന്നുന്നു തുറന്നിട്ട്. അപ്പോൾ ഇത്രയും കാലം നിലനിൽക്കണമെങ്കിൽ വെറുതെ ഒന്നും അങ്ങോട്ട് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് സ്വീകാറിൻ്റെ പ്രത്യേകത. ചെറുപ്പകാലം തൊട്ടേ ഞാൻ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ റിനോവേഷനൊക്കെ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് തുറന്നിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാനും എന്തോ നോക്കി നിൽക്കുന്നുണ്ട്. തൽക്കാലം ഞാനും എടുത്ത് നോക്കി. പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ഫുഡൊക്കെ എത്തി. പൊറോട്ട എത്തി, ബീഫ് പൊറോട്ട എത്തി, പിന്നെ എന്താണ് ബീഫ് ബിരിയാണി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത്. പിന്നെ ബ്രോസ്റ്റ്, അൽഫാം എല്ലാം കൂടെ ഓർഡർ ചെയ്ത് തരാമല്ലോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എത്തി. നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ബ്രോസ്റ്റ്. ഇവിടെ പണ്ട് മുതലേ ബ്രോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ ബീഫ് ഫ്രൈയും പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെ ദേശീയ ഭക്ഷണം. അങ്ങനെ ബീഫ് ഫ്രൈയും പൊറോട്ടയും ഒന്നൊന്നര കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ അൽഫാം ലാസ്റ്റ് അൽഫാം എത്തിയിട്ടുണ്ട്. അൽഫാം പിന്നെ ഞാൻ ഇതുവരെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഒന്ന് ട്രൈ നോക്കിയതാണ്. അൽഫാം ഉണ്ട്. അനുവിന് നല്ല അഭിപ്രായമാണ്. പിന്നെ ഒന്നും നോക്കാനില്ല. ബ്രോസ്റ്റ് നല്ല ക്രിസ്പിയാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. കയ്യിലൊക്കെ ഇങ്ങനെ പോരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് ബ്രോസ്റ്റ്. ഇനി ആകെയുള്ള ബീഫ് ബിരിയാണിയാണ്. അത് ഇത്താത്തൻ്റെ മോള് വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചെറുങ്ങനെ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി അവർക്ക് പാർസലാക്കാം. പിന്നെ ഇവിടെ നേരെ മുകളിലായിട്ടൊരു സിറ്റ് ഔട്ട് ഉണ്ട്. റോഡ് സൈഡിലായിട്ട് ഇരുന്നിട്ട് നല്ല കട്ടന് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ സ്പോട്ടാണ്. റോട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് അതിനിങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല സുഖമാണ്. ഭക്ഷണം കഴിച്ചിരുന്ന് വിശ്രമിക്കാനുള്ള ഏരിയ ആയിട്ട് കാണും. പിന്നെ താഴത്ത് ഷവർമ ഉണ്ട്, പിന്നെ ഷവായ ഉണ്ട്, പിന്നെ നല്ല എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാർക്കുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ സ്വീകാർ ഹോട്ടൽ പുതിയ സ്റ്റൈലിലും പുതിയ മോഡലിലും ഒക്കെ ആയിട്ട് റിനോവേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് കുന്നമംഗലത്തേത് വരുന്നേരം IIM ഗേറ്റിൽ നിന്ന് എത്തുന്നതിന് തൊട്ട് മുമ്പ് വലതുഭാഗത്താണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഭക്ഷണം കണ്ടു. ഇനി ഭക്ഷണം നല്ല പൊറാട്ടയും ബീഫൊക്കെ ആണ് ഇതിൽ കെട്ടിക്കൂട്ടി കൊണ്ടുപോകണേ. അപ്പോൾ ഓളും എല്ലാം കഴിച്ചില്ലായി. പിന്നെന്തൊക്കെയാണ്, പിന്നെ എന്താണേലും വേണ്ടിയില്ല, ഫോളോ ചെയ്ത് അങ്ങോട്ട് പോയിക്കോളി.